ഈ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വടക്ക് പറഞ്ഞ ചങ്ങായിമാരായില്ലേ? നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ? അല്ലെങ്കിൽ പ്രശ്നമുള്ളവരുണ്ടോ? എന്റെ കയ്യില് ഫിനാലയുടെ സമയത്ത് ഞങ്ങൾ ക്യാരവാനിൽ വെച്ച് ഒരുമിച്ച് എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് പോസ്റ്റ് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോഴത്തേക്കും കൊളാബാക്കിടത്തില്ലെന്നും അതിൽ ചോദിച്ച് അങ്ങനെ ഞങ്ങൾ പരസ്പര സമ്മതത്തോടു കൂടി തന്നെ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. പോസ്റ്റിന്റെ താഴെ ഞാൻ ആ കമന്റ്സിനെ ഈ മാവിന്റെ മുകളിൽ വളരാൻ ശ്രമിക്കുന്ന എത്തിക്കണ്ണികളില്ലേ അതുപോലെ കാണുന്നുള്ളൂ. മഞ്ഞപ്പിത്തം പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ തോന്നുന്നു. ഇനിയെങ്കിലും എല്ലാരും കൊണ്ട് അതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചോളെ. കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് ലേശം ഉളുപ്പ്, ഈ പോസ്റ്റ് മോൻ കണ്ടാൽ പ്രശ്നമില്ലേ, ഫോട്ടോ ക്ലാബ് മാത്രമേ ഉള്ളൂ, വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലേ, അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു അങ്ങനെ. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എനിക്ക് തന്നോട് പറയാനുള്ളത്, ഐഡിയോളജിക്കൽ ഡിസഗ്രിമെന്റ്സ് ഉള്ളവര് ഒരിക്കലും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറരുതെന്നോ ഒരു ഫോട്ടോയിൽ തിരിച്ച് പോസ്റ്റ് ചെയ്തെന്നോ പറയാൻ പറ്റത്തില്ല. വ്യത്യസ്ത നിലപാടുള്ളവർക്കും എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ആരായി നോറ മുസ്കാൻ? നോറ, ദിസ് വീഡിയോ ഈസ് ഫോർ യു. റീസെന്റ് ഞാനൊരു മെന്റലിസം ഷോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ട്. അതിൽ ബിഗ് ബോസിലെ കുറച്ച് കോക്കോ ഡിസ്റ്റൻസും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷോ എല്ലാം കഴിഞ്ഞിട്ട് കുറെ നാളുകൾക്ക് ശേഷം കണ്ട എന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അതിൽ റെനയും ആദിലയൊക്കെ വ്ലോഗ് എടുക്കുന്നുണ്ടായിരുന്നു. ഈ വ്ലോഗ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലൊരു ഫ്രെയിമില് ഞാനും ആദിലയും കൂടെ ഒരു ഫ്രെയിമിൽ വരുന്നൊരു സംഭവം ഉണ്ട് ആ പോസ്റ്റിനകത്ത്. അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറേ മെസ്സേജസ് വരാൻ തുടങ്ങി. ഞങ്ങളെ ഒരേ ഫ്രെയിമിൽ കണ്ടതിന്റെ ബേസിസിലുള്ള മെസ്സേജസ് ആണ്. ഇത് കഴിഞ്ഞപ്പോ ഞാൻ ആദിലെ വിളിച്ചു. അപ്പൊ എന്റെ കയ്യില് ഫിനാലയുടെ സമയത്ത് ഞങ്ങൾ ക്യാരവാനിൽ വെച്ച് ഒരുമിച്ച് എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് പോസ്റ്റ് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോഴത്തേക്കും കൊളാബാക്കിടത്തില്ലെന്നും അതിൽ ചോദിച്ച് അങ്ങനെ ഞങ്ങൾ പരസ്പര സമ്മതത്തോടു കൂടി തന്നെ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ആ പോസ്റ്റിന്റെ താഴെ ഞാൻ ആ കമന്റ്സിനെ ഈ മാവിന്റെ മുകളിൽ വളരാൻ ശ്രമിക്കുന്ന എത്തിക്കണ്ണികളില്ലേ അതുപോലെ കാണുന്നുള്ളൂ. കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് ലേശം ഉളുപ്പ്, ഈ പോസ്റ്റ് മോൻ കണ്ടാൽ പ്രശ്നമില്ലേ, ഫോട്ടോ ക്ലാബ് മാത്രമേ ഉള്ളൂ, വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലേ, അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തന്നോട് പറയാനുള്ളത്, ഐഡിയോളജിക്കൽ ഡിസഗ്രിമെന്റ്സ് ഉള്ളവര് ഒരിക്കലും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറരുതെന്നോ ഒരു ഫോട്ടോയിൽ തിരിച്ച് പോസ്റ്റ് ചെയ്തെന്നോ പറയാൻ പറ്റത്തില്ല. വ്യത്യസ്ത നിലപാടുള്ളവർക്കും എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് ചിലപ്പോൾ ചില ജീവിത രീതികളോടോ ബന്ധങ്ങളോടോ യോജിച്ചു പോകാൻ കഴിയണമെന്നില്ല. അത് അവർ ചിലപ്പോൾ വളർന്നു വന്ന സാഹചര്യം, ജീവിത പശ്ചാത്തലം, വിശ്വാസങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളുടെ ബേസിസിലായിരിക്കാം. അതൊരിക്കലും വേറൊരാളെ അപമാനിക്കലല്ല, ഒരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതാ. ഓരോരുത്തർക്കും അവരുടെ പേഴ്സണൽ സ്പേസ് എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലേ? എനിക്ക് ആദിലെടുത്തോ നൂറെടുത്തോ വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നമില്ല. കാരണം ഹ്യൂമൻ ബീങ്സ് എന്നുള്ള രീതിയിൽ ഞാൻ അവരെ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ചെയ്യുന്നു. പിന്നെ ആക്സെപ്റ്റൻസ് ആവശ്യപ്പെടുന്നതും റെസ്പെക്ട് പുലർത്തുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഒരാളോട് ആശയപരമായിട്ടും അവരുടെ രീതികളോടും നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ആസ് ഹ്യൂമൻ ബീങ്സ് അവർക്ക് നമുക്ക് കംപ്ലീറ്റ് റെസ്പെക്ട് കൊടുത്തിട്ട് തന്നെ പെരുമാറാൻ പറ്റും. ഒരാൾക്ക് മറ്റൊരാളോട് സംസാരിക്കാം, ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാം, ഒരുമിച്ച് ഫോട്ടോ എടുക്കാം, ഒരേ വേദി പങ്കിടാം, ഇൻസോംനിയ എന്നുള്ളൊരു മെന്റലിസ്റ്റിന്റെ ഷോ നമുക്ക് അറ്റൻഡ് ചെയ്യാം ഒരുമിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗിൽ ഒരുമിച്ച് തല കാണിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ വിശ്വാസങ്ങൾ ലൈക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് വ്യത്യസ്തമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. അത് ബൗണ്ടറി പ്ലസ് സിവിലിറ്റി എന്ന് പറയും. എന്താ വെച്ചാൽ അതിലെടുത്ത് ഞാൻ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്തു വെച്ചാൽ അതിന്റെ അർത്ഥം എന്റെ നിലപാട് ഞാൻ മാറ്റിയെന്നല്ല, ഒരു സാമൂഹിക പരിഗണന, ആ ഒരു മര്യാദ ഞാൻ അത് കൊടുക്കുന്നതിന്റെ ഒരു പ്രതിഫലനമാണ്. സോ നോറ, എനിക്കും ആദിലേക്കും ഇല്ലാത്ത പ്രശ്നം തനിക്ക് ഈ കാര്യത്തിൽ വേണ്ട. സ്നേഹം പറക്കട്ടെ, സ്നേഹം മാത്രം പറക്കട്ടെ. ഒരാൾക്ക് ഒരു ജീവിത രീതിയോട് വിയോജിപ്പൊക്കെ ഉണ്ടാകാം, പക്ഷെ അവരെ ബഹുമാനിക്കാം. കേൾക്കാൻ നല്ല സുഖമുള്ള വരികൾ. എന്നാൽ ഈ വരികൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ആണോ അതോ പശ്ചാത്താപമാണോ? ബിഗ് ബോസ് താരം വേദലക്ഷ്മിയും നോറയും തമ്മിലുള്ള തർക്കം നമ്മളോട് ചോദിക്കുന്നതും ഒരു വലിയ ചോദ്യം തന്നെയാണ്. നമ്മുടെ ഇൻഫ്ലുവൻസർമാർക്ക് യഥാർത്ഥത്തിൽ നിലപാടുകളുണ്ടോ അതോ അവർ ട്രെൻഡുകൾക്ക് അനുസരിച്ച് നിറം മാറുന്ന ഓന്തുകളാണോ? നമുക്ക് ആദ്യം ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ആദില നൂറ ദമ്പതികൾക്കെതിരെ വേദലക്ഷ്മി സംസാരിച്ചപ്പോൾ അത് വെറും ഒരു അഭിപ്രായമായിരുന്നില്ല. അതൊരു വിഭാഗം മനുഷ്യരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്ന് തന്നെയായിരുന്നു. ഇത്തരക്കാരെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അതിരല്ല, മറിച്ച് ഒരു സോഷ്യൽ എക്സ്ക്ലൂഷൻ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ബിഗ് ബോസ് ഫിനാലെ സമയത്ത് ഇതേ ആദിലേക്കൊപ്പം തന്നെ ക്യാരവാനിൽ ഇരുന്ന് ചിരിച്ചെടുക്കുന്ന ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ പഴയ വീട്ടിൽ കയറ്റില്ല എന്ന നിലപാടിന് എന്ത് സംഭവിച്ചു? നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചില സെലിബ്രിറ്റികൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഇമേജ് വാഷിംഗ് എന്ന് പറയുന്നത്. അതായത് തങ്ങൾക്കെതിരെ ഒരു വലിയ വിഭാഗം ആളുകൾ തിരിയുമ്പോൾ ആ വിഭാഗത്തെ ഒരാളെ തന്നെ കൂട്ടുപിടിച്ച് താൻ വിവേചനമില്ലാത്തവളാണ് എന്ന് വരുത്തി തീർക്കുക. ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ, ഒരാൾ ഒരു പ്രത്യേക മതത്തെയോ ജാതിത്തെയോ അധിക്ഷേപിക്കുകയെന്ന് കരുതുക. വലിയ പ്രതിഷേധം വരുമ്പോൾ അയാൾ ആ വിഭാഗത്തിലുള്ള സുഹൃത്തിനോടൊപ്പം തന്നെ ഫോട്ടോ ഇട്ട് ഞങ്ങൾ പണ്ടേ ഭയങ്കര സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നു. ഇതിലൂടെ അയാൾ തന്റെ ആ പഴയ തെറ്റിനെ മായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. വേദലക്ഷ്മിയുടെ കേസ് സെയിം ഇത് തന്നെയാണ്. ഇവിടെ ആദിലയോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി
തനിക്കെതിരെയുള്ള ആ ഒരു ഹെയ്റ്റ് കുറയ്ക്കാൻ ആദിലെ ഒരു ഷീൽഡായിട്ട് വേദലക്ഷ്മി ഉപയോഗിക്കുകയാണോ എന്ന് നോറ സംശയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല അല്ലേ. നോറയുടെ പ്രതികരണം വളരെ രൂക്ഷം തന്നെയായിരുന്നു. നിലവാരമില്ലാത്തവൾ എന്ന് വിളിക്കുമ്പോൾ നോറ പ്രതിനിധീകരിക്കുന്നത് ആദിലയുടെയും അതുപോലെ നൂറയുടെയും പോരാട്ടത്തെ തന്നെയാണ്. എന്നാൽ അതിന് പിന്നാലെ വേദലക്ഷ്മി നോറെ ഇത്തിക്കണ്ണി എന്ന് വിളിച്ചതും, അതായത് മാവിന്റെ സത്ത് വലിച്ചെടുത്ത് വളരുന്ന ഒരു സസ്യമാണല്ലോ ഇത്തിക്കണ്ണി. ആദിലയുടെയും വേദലക്ഷ്മിയുടെയൊക്കെ പ്രശസ്തിയിൽ തൂങ്ങി നിൽക്കാൻ നോറ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ വേദലക്ഷ്മി ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ മറ്റൊരു വശവുമുണ്ട്. തന്റെ സുഹൃത്തിനെ വേദനിപ്പിച്ച ഒരാളുമായിട്ട് അതേ സുഹൃത്ത് ചങ്ങാത്തം കൂടുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ആദർശപരമായിട്ടുള്ള ഒരു വിയോജിപ്പാണ് നോറ അവിടെ പ്രകടിപ്പിച്ചത്. ശരിക്കും ഈ ഒരു കാര്യത്തെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, അതായത് വേദലക്ഷ്മിയിൽ വന്ന മാറ്റം നല്ലതാണ് അല്ലെ. ആദിലയുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ ജീവിതം മനസ്സിലാക്കിയപ്പോൾ പഴയ ചിന്താഗതികൾ തെറ്റാണെന്ന് അവർക്ക് തോന്നിയിരിക്കാം. അത് തുറന്നു പറയാൻ മടിക്കുന്നതാകാം ഈ ഒരു ഐഡിയോളജിക്കൽ ഡിസഗ്രിമെന്റ് എന്നുള്ള വാക്കിന്റെ പിന്നില്. വൈകി വന്ന വിവേകമാണെങ്കിലും മാറ്റങ്ങളെ സ്വാഗതം ചെയ്യണം. ഇനി പോസിറ്റീവ് ഉള്ളതുപോലെ തന്നെ ഇതിന് മറുവശവുമുണ്ട്. ഇതൊരു ബിസിനസ് തന്ത്രമാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അപകടകരമാണ്. കൊളാബിടാമോ എന്ന് ആദില ചോദിച്ചു എന്നാണ് വേദലക്ഷ്മി പറയുന്നത്. ഇവിടെ ആദിലയുടെ നിഷ്കളങ്കതയെ വേദലക്ഷ്മി ഉപയോഗിക്കുകയാണോ? നിലപാടുകൾ വെള്ളം ചേർത്ത് വിൽക്കാനുള്ളതല്ല. ഇന്ന് ഒന്ന് പറയുന്നു, നാളെ മറ്റൊന്ന് പറയുന്നു. ഇത് കാണുന്ന പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക്, ആർക്കും എപ്പോഴും എങ്ങോട്ടും മാറാം, ആത്മാർത്ഥതയൊന്നും വേണ്ട എന്നുള്ള തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഇവിടെ ആദില സമ്മതിച്ചതുകൊണ്ടാണ് വേദലക്ഷ്മി ഫോട്ടോ ഇട്ടത് എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ വേദലക്ഷ്മി എന്ന ഇൻഫ്ലുവൻസറിന്റെ സോഷ്യൽ മീഡിയ പേജിലെ ആ ചിത്രം വരുമ്പോൾ അത് ആദിലയുടെ വിജയമല്ല, മറിച്ച് വേദലക്ഷ്മിക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഞാനൊരു ഹോമോഫോബിക് അല്ല എന്ന സർട്ടിഫിക്കറ്റ് ആദിലെ കൊണ്ട് തന്നെ ഒപ്പിട്ട് വാങ്ങിക്കുന്നു. കൂട്ടുകാരെ, ഇവിടെ വേദലക്ഷ്മി ചെയ്ത വിശദീകരണ വീഡിയോയുടെ അവസാനം നോറയെ വിശേഷിപ്പിച്ചത് എത്തിക്കണ്ണി എന്നാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊന്നാണ്. ഈ സോഷ്യൽ മീഡിയ കാലത്ത് യഥാർത്ഥ എത്തിക്കണ്ണികൾ ആരാണ്? സത്യത്തിൽ സ്വന്തം വ്യക്തിത്വവും നിലപാടുകളും പണയം വെച്ചാണോ നമ്മൾ റീച്ച് ഉണ്ടാക്കേണ്ടത്? ഇവിടെ വേദലക്ഷ്മി എന്ന വ്യക്തി ചെയ്തത് ഒരു ഡിപ്ലോമാറ്റിക് മൂവാണ്. വിയോജിപ്പുള്ളവരോടും ചിരിക്കാം എന്നത് ഒരു മാന്യതയിൽ തന്നെ അവർ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ആദിലയും നൂറയും പോലെ ജീവിതത്തിൽ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി മുന്നോട്ട് വരുന്നവരെ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു വിയോജിപ്പല്ല, അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ്. അവരെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുമ്പോൾ അത് അവരോടുള്ള ഒരു അനാദരവ് തന്നെയാണ്. പിന്നീട് അതേ വ്യക്തിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അത് മര്യാദയല്ല, മറിച്ച് അതൊരു അവസരവാദമായിട്ടേ കാണാൻ കഴിയൂ. ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്. നിലപാടുകൾ എന്ന് പറയുന്നത് വസ്ത്രം മാറുന്നത് പോലെ മാറാനുള്ളതല്ല. നിങ്ങൾക്ക് ഒരാളോട് വിയോജിപ്പ് മാറിയെങ്കിൽ അത് തുറന്നു പറയുന്നതാണ് അന്തസ്സ്. അല്ലാതെ പഴയ വാക്കുകളെ ഐഡിയോളജി എന്ന ലേബലിൽ ഒളിപ്പിച്ചു വെച്ച് പുതിയൊരു സൗഹൃദം നടിക്കുന്നത് ഇരട്ടത്താപ്പാണ്. ഒരു ഫോട്ടോയിൽ ചിരിച്ചു നിൽക്കുന്നതല്ല ബഹുമാനം. ആ വ്യക്തി കടന്നു വന്ന വഴികളെയും അവരുടെ സത്യത്തെയും അംഗീകരിക്കുമ്പോഴാണ് ബഹുമാനം ഉണ്ടാകുന്നത്. ഇനി ഇൻഫ്ലുവൻസർമാർ എന്ത് കാണിച്ചാലും അത് വിശ്വസിക്കുന്നവരാകരുത് നമ്മൾ. അവരുടെ ഓരോ പോസ്റ്റിന് പിന്നിലും ഒരു മാർക്കറ്റിംഗ് ബുദ്ധി ഉണ്ടാകാം. എന്നാലും സത്യസന്ധമായിട്ടുള്ള നിലപാടുകൾക്ക് വോട്ട് കൊടുക്കുക, കപടതകളെ തിരിച്ചറിയുക. ഇവിടെ വേദലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ എത്തിൽ കണ്ണികൾ ആരാണെന്ന് കാലം തെളിയിക്കും. നോറയുടെ പ്രതികരണം കടുപ്പമേറിയതായിരുന്നുവെങ്കിലും അതൊരു സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടായിരുന്നു. വേദലക്ഷ്മിയുടെ വിശദീകരണം ബുദ്ധിപരമായിട്ടുള്ള ഒന്നായിരുന്നു. എങ്കിലും അതിൽ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് ഉള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഇനി നിങ്ങൾ പറയൂ, ഒരാളെ പരസ്യമായിട്ട് അപമാനിച്ചതിന് ശേഷം പിന്നീട് ആ വ്യക്തിയോടൊപ്പം ഫോട്ടോ എടുത്ത് ബഹുമാനിക്കുന്നു എന്ന് പറയുന്നതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അത് വേദലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യമാണോ, അതോ നോറ പറഞ്ഞതുപോലെ നിലപാടില്ലായ്മയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമന്റുകളിൽ പങ്കുവെക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.